നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, സങ്കീർത്തനം 85:6. അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചൻ്റെ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 86:5 നമ്മളിപ്പോൾ കേട്ടത്. അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലേ? കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹമാണ് കർത്താവിൻ്റെ ജനം കർത്താവിൽ ആനന്ദിക്കണം. അതിനുവേണ്ടി കർത്താവ് ഓരോരുത്തർക്കും നവജീവൻ നൽകും. രോഗമുള്ളവർക്ക് നവജീവൻ നൽകും. അപ്പോൾ ആരോഗ്യത്തോടെ അവർ കർത്താവിനെ മഹത്വപ്പെടുന്ന കേൾക്കുമ്പോൾ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കും. മക്കളില്ലാത്തൊരു ദമ്പതികൾക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അവരത് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് കേണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനം കർത്താവിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുമ്പോൾ ജനം കർത്താവിൽ ആനന്ദിക്കും. പറയാം ഹല്ലേലൂയ. അങ്ങനെ ദൈവജനത്തിന് മുഴുവൻ, ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവർക്ക് മുഴുവൻ കർത്താവിൽ ആനന്ദിക്കാൻ ഇടയാക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അവരുടെ തന്നെ വാക്കുകളിൽ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പേര് ജെൻഡ സെബാസ്റ്റ്യൻ, ഭർത്താവിൻ്റെ പേര് സെബാസ്റ്റ്യൻ ആൻ്റണി. ഞങ്ങൾ ഹൈദരാബാദിൽ താമസിക്കുന്നു. നാട്ടിൽ ചങ്ങനാശ്ശേരിയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. കുട്ടികളില്ലായിരുന്നു ഞങ്ങൾക്ക്. ഞാൻ 4 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും 2 മാസമാകുമ്പോൾ അബോർഷനായി പോകും. സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു എന്നതാണ് കാരണം. ഞങ്ങളിവിടെ പല ഡോക്ടർമാരെയും കാണിച്ചു, എല്ലാ ടെസ്റ്റുകളും നടത്തി. അതിലൊരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ കാരണമൊന്നും അറിയുന്നില്ല എന്നായിരുന്നു അവരുടെ മറുപടി. എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ഞങ്ങൾ 2012 ജൂണിൽ നാട്ടിൽ വന്ന് ഡോക്ടർ മേരി മാർസലസിനെ ലൂർദ് ഹോസ്പിറ്റലിൽ കിടങ്ങൂർ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾ റിപ്പോർട്ട് ഒക്കെ കണ്ട ശേഷം ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുക, 2 പേരും ഒരു നല്ല ധ്യാനം കൂടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ 1 വർഷമായി ഞായറാഴ്ച രാത്രി 8:30 മണിക്ക് ശാലോം TV-യിലുള്ള വട്ടാലച്ചൻ്റെ അഭിഷേക പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വൈദികൻ്റെ സഹായത്തോടെ 2012 ഓഗസ്റ്റ് അവസാന ആഴ്ചയിൽ ധ്യാനത്തെ സംബന്ധിക്കാൻ അട്ടപ്പാടി സെഹിയോന് സീറ്റ് കിട്ടി. ഞങ്ങൾ ഹൈദരാബാദിൽ വന്ന് ധ്യാനത്തെ സംബന്ധിച്ചു. കുമ്പസാരം കഴിഞ്ഞ് സാംസൺ അച്ഛൻ എല്ലാവരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ തലയിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു, നിങ്ങൾ വിഷമിക്കേണ്ട, 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് അച്ഛൻ പറഞ്ഞു. കൗൺസിലിങ്ങിൻ്റെ സമയത്തും റഫായൽ മാലകളുടെ സംരക്ഷണം കാണുന്നുണ്ടെന്ന് സന്ദേശം ലഭിച്ചു. ഞങ്ങൾക്ക് ബിനോയ് അച്ഛനെയും കാണാൻ സാധിച്ചു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, 33 പ്രാവശ്യം 33 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലണം. ഞങ്ങൾ 33 പ്രാവശ്യം 33 ദിവസം വിശ്വാസ പ്രമാണവും 10 പ്രാവശ്യം എത്ര നിലമാതാവ് എന്ന പ്രാർത്ഥനയും വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് ഇതിനോടൊക്കെ 3 പ്രാവശ്യം സ്കാൻ ചെയ്തു. ഈശോയുടെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ജനം കർത്താവിൽ ആനന്ദിക്കാൻ കർത്താവ് കുടുംബത്തിന് ഒരു അനുഗ്രഹം നൽകിയിരിക്കുകയാണ് സഹോദരങ്ങൾ. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാവിയിൽ ദൈവജനം മുഴുവൻ കർത്താവിനെ ആരാധിക്കാൻ വേണ്ട ഒരു അനുഗ്രഹം ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്ന സമയമാണ്. ഓരോ വചന ശുശ്രൂഷയും, ഓരോ ധ്യാന ശുശ്രൂഷയും, ഓരോ ബലിയർപ്പണവും, ഓരോ ശുശ്രൂഷകളും. ഹല്ലേലൂയ. അതിന് നമുക്ക് നന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം ഇപ്പോൾ ഇരിക്കുന്നവരെന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരുമെന്ന് വചനത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ അനേകം ആൾക്കാർ ഇപ്പോൾ സെഹിയോൻ ഒരേ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ആദരവോ ഹൃദയം തുറക്കുന്നിടത്തൊക്കെ സ്വർഗം തുറക്കപ്പെടും. ആദരവോ ഹൃദയം തുറന്ന് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ വിദൂര ദേശത്തിരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്കും വേണ്ടിയും സേവർക്കാൻ വട്ടാച്ചില കൂട്ടായ്മയിൽ തിരുസഭയുടെ മുഴുവൻ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓ ദൈവമേ, അവിടുന്ന് ആകാശം ചായച്ചപ്പോൾ ആരാണ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അടുത്തേക്ക് വന്ന് അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഓ ദൈവമേ, വചനം ശ്രമിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു പീഡയുണ്ടെങ്കിൽ കർത്താവെ അവിടുന്ന് കരം വെച്ച് അതിനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓ പൗരോഗത്തിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, സ്വർഗം നമ്മൾ ആശീർവാദം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, രോഗികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, മനസ്സാർന്നവർ വിടുതൽ പ്രാപിക്കട്ടെ, ദേശാന്തരം അനുഗ്രഹം പ്രാപിക്കട്ടെ, ഇപ്പോൾ വചനം കേട്ടുകൊടുക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഓ ദൈവമേ, അവിടുന്ന് വചനത്തിന്റെ കവാടം തുറന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇട്ടുതണ്ടമില്ലാതെ വചനം പ്രഘോഷിക്കാൻ തക്കവിധം, വചന ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കവിധം ഒരുപോലെ വചനത്തിന്റെ അഭിഷേകം ഇപ്പം തുറക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. വിശുദ്ധ ജോൺ മരിയ വിയാനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ സകല വചന ശുശ്രൂഷകൾ, സകല വിശുദ്ധന്മാരോട്, സകല പ്രവാചകന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 യേശുവ ആരാധന, യേശുവ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിന്റെ ആത്മാവിനെ ഉണർത്തുക. പ്രൈസ് ദി ലോർഡ്. എഫേസസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. അന്ധകാരത്തിൻ്റെ നിഷ്പ്രയോജനകരമായ ഒരു പ്രവർത്തികളിലും പങ്കു ചേരാതിരുന്നാൽ മാത്രം പോരാ, അവയെ കുറ്റപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെന്ന് പറയുമ്പോൾ അതിനാൽ തന്നെ നമുക്കറിയാം അത് പാപത്തിൻ്റെ പ്രവർത്തികളാണ്, ദൈവം ആഗ്രഹിക്കാത്ത പ്രവർത്തികളാണ്, സാത്താൻ്റെ ഇംഗിതമാണത്. ഹല്ലേലൂയ. നമുക്കറിയാം തിരുവചനത്തിൽ അപ്പസ്തോലന്മാരും കർത്താവും ഒരുമിച്ച് കൂടിയിരുന്ന പെസഹ ഭക്ഷിക്കുമ്പോൾ യൂദാസ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പുറത്ത് അന്ധകാരമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. വചനം പഠിപ്പിക്കുകയാണ്, അങ്ങനെ നീ അന്ധകാരത്തിൻ്റെ പ്രവർത്തിയിൽ പങ്കുചേരാതിരുന്നാൽ മാത്രം പോരാ, അങ്ങനെ പോകുന്നവരെ തടയണം, അവരെ കുറ്റപ്പെടുത്തണം. ഇത് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ പ്രവൃത്തികളെ എതിർക്കുകയും പാപപ്രവർത്തികളെ തടയുകയും ചെയ്യുന്നില്ലെങ്കിൽ അതിന് പറയൊരു കാരണമുണ്ട്. ആ കാരണം എന്തറിയോ? ആ കാരണമാണ് നിന്റെ ആത്മാവ് ഉറങ്ങിക്കിടക്കുകയാണ്. നിന്റെ ആത്മാവിൻ്റെ ഉണർവ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഉറകെട്ടുപോയ ഒരു ഉപ്പായി മാറിയിരിക്കുകയാണ് നീ. അതുകൊണ്ടാണ് തൊട്ട് താഴെ എഫേസോസ് 5:14 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്: ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. നിന്റെ ആത്മാവ് ഉണർന്നെഴുന്നേൽക്കണം. നീ മരിച്ചവരെ കൂടെ ഇങ്ങനെ കിടന്നാൽ പോരാ, നീ ഒരു സിംഹക്കുട്ടിയെ പോലെ ആയിരിക്കണം. പാപത്തൊരു സന്ധിയില്ല സമരം നിന്നെ നടത്തണം, പാപപർവ്വത്തിൽ എതിർക്കണം. ഹല്ലേലൂയ. അങ്ങനെ നീ എതിർക്കുന്ന അതിൻ്റെ അർത്ഥം നിന്റെ ആത്മാവ് ഉണർവില്ലാത്തൊരവസ്ഥയിലായിരിക്കുക എന്നുള്ളതാണ്.
ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊരു ബോധ്യം കിട്ടാൻ മറ്റൊരു വചനം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അത് നമ്മൾ കാണുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. എഫേസസ് 5:14 കേട്ടതുപോലെ നീ മരിച്ചവരിൽ എഴുന്നേൽക്കണം. ഇവിടെ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയാണ്, നീ മൃതനാണ്, ഉണരുക. എന്തെന്നാൽ നിന്നിൽ ആസന്ന മരണമായിരിക്കും അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നത് ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. കർത്താവിൻ്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതാണ് ഞാൻ കാണുന്നില്ല എന്ന്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കർത്താവ് ചില പ്രവർത്തികൾ നീ ചെയ്യണമെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തികൾ നീ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ ആത്മാവ് ഉണർവ് നഷ്ടപ്പെട്ട ആത്മാവാണ്. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് പറയുന്നത്, പക്ഷെ നീ ഉറങ്ങുന്നവനാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ചില ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നീ പാപം ചെയ്യുന്നില്ലെങ്കിലും പാപത്തെ നീ എതിർക്കുന്നില്ലെങ്കിൽ, പാപം ചെയ്യുന്നവരെ തടയുന്നില്ലെങ്കിൽ അത് ഗൗരവതരമായ ഒരു തെറ്റാണെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിച്ചിരിക്കുന്ന കാര്യം. അതാണ് ഇവിടെ വചനം പഠിപ്പിച്ചിരിക്കുന്ന സഹോദരങ്ങളെ. അതായത് നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നില്ല. എഫേസസ് 5 നമ്മൾ കണ്ടു, അങ്ങനത്തെ പ്രവർത്തി കുറ്റപ്പെടുത്തണം. ഒരു മീറ്റിംഗ് നടക്കാണ്. ആ മീറ്റിംഗിൽ എഴുതപ്പെട്ട വചനം ലംഘിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കുക. അവിടെ 99 വരെ ഒരോ അഭിപ്രായത്തോടെ നിൽക്കുമ്പോൾ നീ ഉണർവുള്ള വ്യക്തിയാണെങ്കിൽ, നീ വചനം പാലിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ യേശുക്രിസ്തുവിന്റെ ആളാണെന്നുണ്ടെങ്കിൽ നീ സട കൊടുത്ത് എഴുന്നേൽക്കണം. എന്നിട്ട് അത് തെറ്റാണെന്ന് പറയണം. കാരണം പുറപ്പാട് 23:1 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീ തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് കൂട്ടു നിൽക്കരുത്, കൂട്ടത്തിന്റെ കൂടെ കൂടി പാപം ചെയ്യരുത്. പറയാം ഹല്ലേലൂയ. ഒരു പക്ഷേ ആ ഒരു തീരുമാനം എടുക്കുന്നത്, ആ തീരുമാനം നീ അനുസരിക്കാൻ ബാധ്യസ്ഥനല്ലായിരിക്കാം. പക്ഷേ ബാക്കി നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നടക്കാൻ പോകുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അത് എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമാണെന്നുള്ള നല്ല ബോധ്യമുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ സഹോദരങ്ങൾ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഓരോരോ കാര്യം നടക്കുമ്പോൾ സംഗതി ശരിയാന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നാൽ സമയത്ത് ആരും മിണ്ടുന്നില്ല. ചുറ്റുമുള്ള ജനം മുഴുവൻ നാശത്തിലേക്ക് പോകുന്ന വിധം അബോർഷൻ പാപമാണ്, സ്വർഗ്ഗഭാഗം ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തുള്ള സംഗതികൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഓരോ നിയമം കാര്യങ്ങൾ വരുമ്പോ നീ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയോ? ചുറ്റുമുള്ള സകല ജനതകൾ നശിച്ചു പോകുമ്പോ, ചുറ്റുമുള്ള ജനം പാപത്തിൽ തകരാനുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാം സഹോദരങ്ങളെ? നിന്റെ ആത്മാവ് പരിശുദ്ധമല്ലാത്തത് കൊണ്ടാ. ചുറ്റുമുള്ള ദൈവജനം മുഴുവൻ പാപത്തിലേക്ക് നശിച്ചു പോകുവാൻ തക്കവിധം, അവർ തകർന്നു പോകാൻ തക്കവിധം പല കാര്യങ്ങളും അരങ്ങേറുമ്പോൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ചിന്തിച്ച് വശാകരുത്. അങ്ങനെ നീ ആ പാപത്തെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുകയാണ്, അതിന് കാരണം നിന്റെ ആത്മാവ് പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് എനിക്ക് ശക്തമായിട്ട് ബോധ്യം കിട്ടിയ വചനം, ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവചനത്തിലാണ്. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ സൂസൻ എന്ന് പറയുന്ന വളരെ ദൈവകൃപയിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരിയുണ്ട്. ആ സ്ത്രീയെ പാപത്തിലേക്ക് നശിപ്പിക്കാൻ 2 ന്യായാധിപന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളെ ഒരു പ്രത്യേക തരത്തിലുള്ള കെണിയിൽ കൊണ്ട് ഈ ന്യായാധിപന്മാരെ ചാടിച്ചു. എന്നിട്ടോ അവൾ പാപം ചെയ്യാൻ കൂട്ടാക്കിയില്ല, പാപം ചെയ്യാൻ സമ്മതിച്ചില്ല. ആ പാപം ചെയ്യാൻ സമ്മതിക്കാത്ത വാശിക്ക് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള തീരുമാനം അവിടെ വിളിച്ചു കൂട്ടിയ ജനത്തെ കൊണ്ട് ഈ ന്യായാധിപന്മാർ അവരുടെ തന്ത്രങ്ങൾ വഴി മെനഞ്ഞെടുത്ത്. അങ്ങനെയല്ലേ ഒരു കാര്യമൊക്കെ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കാര്യങ്ങൾക്ക് ഒരു അട്ടിമറി നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ആൾക്കാരെ വിളിച്ചുകൊണ്ട് സംഗതി അങ്ങോട്ട് റെഡിയാക്കും എന്ന് പറഞ്ഞത് മെനഞ്ഞു.
എന്നിട്ടോ ആരും ഒന്നും മിണ്ടുന്നില്ല. കാര്യം ഇവള് നല്ല കൃപയെ ജീവിച്ച കുട്ടിയാണെന്നും ഇവൾ അങ്ങനത്തെ പാപത്തിൽ പോവുകയാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം, വീട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. ആരും ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ഇവള് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട്. തുടർന്ന് കാണുന്ന സംഭവത്താണ് സഹോദരങ്ങളെ, ഈ രംഗമെല്ലാം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോ ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ വചനം നമ്മളെ കിടിലം കുളിക്കുന്ന വചനാണ് സഹോദരങ്ങളെ. ദാനിയേൽ 13:45. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ഈ സൂസന കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. ദാനിയേൽ സടകുടിഞ്ഞ് എഴുന്നേറ്റു. അല്ല, നിക്ക്, അങ്ങനെയല്ല എന്ന് പറഞ്ഞ ദാനിയേൽ ആ പ്രസംഗം കൂടി ഇടപെട്ട് സഹോദരങ്ങളെ. എന്തുകൊണ്ടാ ദാനിയേൽ ഉണർത്തപ്പെടാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. എന്തെന്നാൽ ദാനിയേലിന്റെ ആത്മാവ് പരിശുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ആത്മാവിനെ ഉണർത്തിയത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവം ഈ ലോകത്തിൽ ഓരോ തിന്മ പ്രവർത്തനം അരങ്ങേറുമ്പോൾ, ഓരോ തീരുമാനം ഉണ്ടാകുമ്പോഴും, ഓരോ പ്രസവം ഉണ്ടാകുമ്പോൾ ദൈവം അനേകരെ ഉണർത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ ഉണരാത്തതിന് കാരണം എന്താ? നിന്റെ ആത്മാവ് പരിശുദ്ധമല്ലാത്തത് കൊണ്ട്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എന്നെ ബാധിക്കുന്ന കാര്യം വിചാരിച്ചിരിക്കരുത്. ഒരു തിന്മ അരങ്ങേറുന്നത് കാണുമ്പോ നിനക്ക് മനസ്സിലൊരു ചഞ്ചലിപ്പം തോന്നുന്നില്ലെങ്കിൽ അനുദപിക്കണം. കാരണം നിന്റെ ആത്മാവ് പരിശുദ്ധമല്ല. അത് യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആത്മാവ് പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ് തിന്മയ്ക്കെതിരെ നിൽക്കാത്തത്, അഭിപ്രായം പറയാത്തത്, സ്വരം ഉയർത്താത്തത്. എന്താ കാരണം? കാരണമുണ്ട്. കാരണം ഇതാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത്തെ ലിഖിതം. ജ്ഞാനം ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനകൾ പ്രവേശിച്ച് അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു. ജെറമ്യ പാപം കണ്ടപ്പോ എതിർത്തു, യേശയ്യ പാപം കണ്ടപ്പോ എതിർത്തു, ഹേരോദാസിന്റെ പാപം കണ്ടപ്പോ സ്നാപകൻ എതിർത്തു. എന്താ കാരണം? ഇതൊരു വിശുദ്ധമായ ചേതനയായിരുന്നു. അതിലേക്ക് ജ്ഞാനം പ്രവേശിച്ചു. ഓരോ തലമുറകളും ദൈവം ഇങ്ങനെ ഓരോ ഉയർത്തുന്നുണ്ട്. ഈ തലമുറയിൽ ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നീ ഉണരുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത്, അതിനെ പഠിപ്പിക്കുന്നത്, നീ നിന്റെ ആത്മാവിനെ ഉണർത്തണം. ആത്മാവിനെ ഉണർത്തങ്ങൾ നീ പരിശുദ്ധി ഉണ്ടാകാണെങ്കിലേ അതിന് സാധിക്കുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം പ്രവേശിക്കുകയല്ല, ഉണർവുണ്ടാകുകയല്ല, കൃപ വ്യാപരിക്കുകയല്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഉറക്കെ പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ വേറൊരു രംഗം ബൈബിളിലുണ്ട്. അത് നമ്മൾ കാണുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 45-ാമത്തെ അധ്യായത്തിന്റെ 23-ാം തിരുലിഖിതത്തിലാണ്. പ്രഭാഷകൻ 45:23. എലയാസറിന്റെ പുത്രനായ ഫിനെഹാസാണ് മഹത്വത്തിന്റെ നിരയിൽ 3-ാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. എന്നിട്ട് ഫിനെഹാസ് എന്നറിയോ? ജനം വഴി തെറ്റിയപ്പോഴും പാപം ചെയ്യാതെ ഉറച്ചു നിന്നിട്ട് പാപം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിച്ച് പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറഞ്ഞു എന്ന്. അതുകൊണ്ട് മഹത്വത്തിന് 3-ാം സ്ഥാനം കൊടുത്തത്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം വ്യക്തമായിട്ട് മനസ്സിൽ വെക്കണം. വെളിപാട് 3:19, തീക്ഷ്ണതയുള്ളവൻ അല്ലെങ്കിൽ അനുതപിക്കണം. കാരണം നിന്റെ ആത്മാവ് പരിശുദ്ധമല്ലാത്തത് കൊണ്ടാണ് തീക്ഷ്ണത ഇല്ലാതെ വരുന്നത്. പാപം കണ്ട് മിണ്ടാതിരിക്കുന്നത്, പ്രതികരിക്കാതിരിക്കുന്നത്, അഭിപ്രായം പറയാതിരിക്കുന്നത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് അന്ത്യപതി ദിവസത്തിൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു വാക്യം പറയാൻ ഇടവരരുത്. നിന്റെ പ്രവർത്തികൾ പൂർണ്ണം. നീ പാപം ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷെ നീ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. നിന്റെ പ്രവർത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് പറയാൻ ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. പാപം ചെയ്യാതെ ജീവിക്കുന്ന മാത്രമല്ല, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യാൻ പറഞ്ഞ് ചെയ്യുകയും കൂടെ ചെയ്യണം. അതാണ് നമ്മുടെ വിളി, അതാണ് നമ്മുടെ അഭിഷേകം. അതിന് നിന്റെ ആത്മാവ് പരിശുദ്ധമായിരിക്കണം. ദാനിയേലിന്റെ ആത്മാവ് പരിശുദ്ധമായതുകൊണ്ടാണ് ഉണർവെഴുന്നേറ്റ് സിംഹക്കുട്ടിയെ പോലെ ഗർജിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിനെ കുറച്ചുകൂടെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുദപിക്കേണ്ട മേഖലയുണ്ട് അനുദപിക്കണം, കുമ്പസാരിക്കേണ്ട മേഖലയുണ്ട് കുമ്പസാരിക്കണം.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവമേ എൻ്റെ ഹൃദയത്തെ ഒന്നുകൂടെ പരിശോധിച്ച് വിശുദ്ധീകരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവമേ, നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധനായിരിക്കണമെന്നുള്ള വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആരാധന, ആരാധന, ആരാധന. ചുറ്റും നടമാടുന്ന അനീതി അക്രമങ്ങളും തിന്മകളും കാണുമ്പോൾ കർത്താവ് ഭൂരിപക്ഷ തിന്മയ്ക്ക് ഒരുങ്ങുന്നത് കാണുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത പ്രവാചകന്മാർ പരിശുദ്ധരായതുപോലെ കർത്താവ് പരിശുദ്ധരായി നിന്ന് കർത്താവ് ആ പരിശുദ്ധി കൊണ്ട് ഉണർവ് പ്രാപിച്ച് ദൈവത്തിന് ഉണർവ് സ്വീകരിക്കാൻ വിളിക്കണമേ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവുള്ളവരായിരിക്കുക. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. അൾത്താരയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരൻ്റെ നാഥൻ്റെ മുൻപിലേക്ക് നമ്മളെയും നമുക്കുള്ളവരെയും നമുക്കുള്ളതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സഹിയോൻ ബലിപീഠത്തിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ അതിർത്തികളിൽ ഇരിക്കുന്നവർ ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ വചനം പൂർത്തിയാവുകയാണ്. ലോകത്തിൻ്റെ അതിർത്തിയിലുള്ളവർ കർത്താവിൻ്റെ രക്ഷ ദർശിക്കും. ഓ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും അവിടുന്ന് കാണണമേ കർത്താവേ. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുകയാണ്. അതിരെ ഹൃദയം ഒരുപോലെ തുറന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്. ലോകത്തിൻ്റെ അതിർത്തിയിൽ നിന്നുള്ളവർ കർത്താവിൻ്റെ രക്ഷ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും എല്ലാ ബന്ധപ്പെട്ട മേഖലയിൽ അനുഭവിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി ചങ്ക് തുറന്ന് ഉറക്ക കർത്താവിൻ്റെ നാമത്തെ ഉറക്ക വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ആശീർവദിക്കുമ്പോൾ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. പൈശാചിക പീഡയുള്ള കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. രോഗമുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. തടസ്സങ്ങൾ പിടിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന.